എല്ലാവർക്കും നമസ്കാരം. ജോലിസ്ഥലത്ത് നിങ്ങൾക്ക് ഒരുപാട് മാനസിക സമ്മർദ്ദം അനുഭവപ്പെടുന്നുണ്ടാവും. ജോലി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും നിങ്ങൾക്കതിന് കഴിയാത്ത ഒരവസ്ഥ വരാം. ചെയ്യുന്ന വിഷയത്തിൽ ഫോക്കസ് ചെയ്യുവാൻ കഴിയാത്ത ഒരവസ്ഥ ഒരുപക്ഷെ നമുക്കുണ്ടാവാം. മറ്റുള്ളവരുമായി സംസാരിക്കണം, ഇടപഴകണം എന്നെല്ലാം ആഗ്രഹമുണ്ടെങ്കിലും പിൻവലിയുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാവാം. അതേപോലെ തന്നെ ചില ശാരീരികമായ മാനസിക സമ്മർദ്ദത്തിൻ്റെ ലക്ഷണങ്ങൾ നമുക്കുണ്ടാവുകയും ചെയ്യും. ശരീരവേദന, മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുമ്പോഴുണ്ടാകുന്ന ചില മാനസിക ബുദ്ധിമുട്ടുകൾ, ശാരീരിക ബുദ്ധിമുട്ടുകൾ, മാനസിക സമ്മർദ്ദത്തിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ അനുഭവിക്കുകയും ചെയ്യും. ഈ മാനസിക സമ്മർദ്ദം ജോലിസ്ഥലങ്ങളിൽ ഉണ്ടാകുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. മാനസിക സമ്മർദ്ദം ഉണ്ടാകുവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയുമെങ്കിൽ തന്നെ നിങ്ങളുടെ മാനസിക സമ്മർദ്ദം ഒരുപാട് കുറയ്ക്കുവാൻ നമുക്ക് സാധിക്കും. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്, ബെൽ ബട്ടൺ അമർത്തുവാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും സംശയം ചോദിക്കുവാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാം, ഞാൻ മറുപടി പറയാം. മാനസിക സമ്മർദ്ദം ഉണ്ടാവുന്നതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്? ശാരീരിക വ്യായാമം ഇല്ലായ്മ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുവാനുള്ള ഒരു കാരണമാണ്. ശാരീരിക വ്യായാമത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ശാരീരികമായുള്ള ഉണർവും ഉന്മേഷവും, അതേപോലെ തന്നെ മാനസികമായിട്ടുള്ള ഉണർവും ഉന്മേഷവും ഈ ശാരീരിക വ്യായാമം കൊണ്ട് ലഭിക്കുന്നു എന്നുള്ളതിൽ ആർക്കും ഒരു സംശയവും വേണ്ട, അതിലൊരു തർക്കവുമില്ല. അതുകൊണ്ട് എല്ലാ ദിവസവും നിങ്ങൾ നിർബന്ധമായും ശാരീരിക വ്യായാമം ചെയ്യണം. അങ്ങനെ ചെയ്യാതിരിക്കുമ്പോൾ മാനസിക സമ്മർദ്ദം ഉണ്ടാകുവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. സൂര്യപ്രകാശം ശരീരത്തിൽ ഏൽക്കാത്ത ഒരവസ്ഥ. സൂര്യപ്രകാശം എന്നാണ് ഉദ്ദേശിക്കുന്നത്, അതല്ലാതെ നട്ടുച്ച വെയിലിൽ പോയി വെയിലത്ത് നിൽക്കണം എന്നല്ല. അത് രാവിലെ 7 മണിക്കാണെങ്കിലും 8 മണിക്കാണെങ്കിലും 9 മണിക്കാണെങ്കിലും വൈകുന്നേരം 4, 5, 6, 7 ഇതിൻ്റെ ഇടയിലുള്ള സൂര്യപ്രകാശം എന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മുടെ ശരീരത്തിൽ പല ഭാഗത്തുമായി ഏൽപ്പിക്കണം എന്നുള്ളത് നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കുവാൻ വളരെയധികം സഹായിക്കും. സൂര്യപ്രകാശത്തിൻ്റെ ഗുണം എന്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ്, അതായത് വിറ്റമിൻ ഡിയുടെ പ്രൊഡക്ഷൻ, അതിന് വേണ്ടിയിട്ടാണ് സൂര്യപ്രകാശം നമ്മുടെ ശരീരത്തിൽ ഏൽപ്പിക്കേണ്ടത്. അത് നമ്മുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാൻ സഹായിക്കും. ജങ്ക് ഫുഡ് അതല്ലെങ്കിൽ ഗാർബേജ്ഡ് ഫുഡ്, അതായത് വഴിവെക്കിൽ കാണുന്ന ഭക്ഷണം, ഫാസ്റ്റ് ഫുഡ്, ഇവയിലെല്ലാം പലതരത്തിലുള്ള കെമിക്കൽസും വൃത്തിഹീനമായ സാഹചര്യത്തിൽ വളരെയധികം മോശമായ മസാലകളും മറ്റും ഒരുപാട് ഓയിലും എണ്ണയും ഇതെല്ലാം വളരെ ജനറസ്ലി നിങ്ങൾക്ക് മിക്സ് ചെയ്ത് തരുന്നത് കൊണ്ട് നിങ്ങളുടെ പാചന പ്രവർത്തനം, അതായത് നമ്മുടെ ദഹനപ്രക്രിയയെ വളരെയധികം ദോഷമായി ബാധിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാനസിക സമ്മർദ്ദം കൂടുവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതിനൊരു കാരണം, മാനസിക സമ്മർദ്ദം കൂടുവാനുള്ള കാരണം ഗാർബേജ് ഫുഡ് അതല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ് ആണ് എന്ന് ഉറപ്പിക്കാം. മെഡിറ്റേഷൻ ചെയ്യാത്ത ഒരവസ്ഥ നിങ്ങളുടെ മാനസിക സമ്മർദ്ദം തീർച്ചയായും വർദ്ധിപ്പിക്കും. ഈ മെഡിറ്റേഷൻ ചെയ്യണം എന്ന് പറയുന്നത് എല്ലാ ദിവസവും 15 മിനിറ്റ് ഇരുന്ന് റിലാക്സ് ചെയ്ത് ചെയ്യുന്നു എന്നുള്ളത് ഒരു നോമാണ്, അതൊരു വശമാണ്. പക്ഷേ അതല്ലാതെയും നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം. മൈൻഡ്ഫുൾനെസ് ആയിട്ടുള്ള മെഡിറ്റേഷൻ, മൈൻഡ്ഫുൾനെസ് ചെയ്യുന്നത് തന്നെ ഒരു മെഡിറ്റേഷന് തുല്യമാണ്. മെഡിറ്റേഷൻ്റെ മീനിങ് എന്ന് പറയുന്നത് തന്നെ ഏത് വിഷയം നിങ്ങൾ ചെയ്യുമ്പോഴും അതിൽ പൂർണ്ണമായി മനസ്സർപ്പിച്ച് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഉള്ളടക്കം. ഏത് കാര്യം ചെയ്യുമ്പോഴും പൂർണ്ണമായി മനസ്സർപ്പിച്ച് അതിൽ മുഴുകി, നമ്മുടെ മനസ്സും ശരീരവും എല്ലാം അതിൽ മുഴുകി ചെയ്യുന്നതിനെ നമുക്ക് മെഡിറ്റേഷൻ എന്ന് വിളിക്കാം. അങ്ങനെ വിളിക്കുമ്പോൾ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് മെഡിറ്റേഷൻ്റെ ഈക്വലൻ്റാണ് എന്ന് മനസ്സിലാക്കുക. മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് ഞാൻ വേറെ വീഡിയോ ചെയ്യുന്നുണ്ട്, അത് കാണുമ്പോൾ നിങ്ങൾക്കത് പൂർണ്ണമായും മനസ്സിലാവും. മെഡിറ്റേഷൻ്റെ കുറവ് നിങ്ങൾക്ക് മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കും. പ്രോക്രാസ്റ്റിനേഷൻ ഒരു കാരണമാണ്. നമുക്ക് പ്രോക്രാസ്റ്റിനേഷൻ വരുവാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷേ പ്രോക്രാസ്റ്റിനേഷൻ നമ്മൾ എത്രത്തോളം ചെയ്യുന്നുവോ, അത് അറിഞ്ഞ് ചെയ്യുന്നുവോ അറിയാതെ ചെയ്യുന്നുവോ എന്നതല്ല അവിടെ വിഷയം. അത് അറിഞ്ഞ് ചെയ്യുകയാണെങ്കിലും അറിയാതെ ചെയ്യുകയാണെങ്കിലും അതിന് കൃത്യമായ വഴിമുറകളുണ്ട്. എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള വഴികളുണ്ട്, മുറകളുണ്ട്. അത് പരിശീലിച്ച് പ്രോക്രാസ്റ്റിനേഷൻ ഒഴിവാക്കുക. പ്രോക്രാസ്റ്റിനേഷൻ മാനസിക സമ്മർദ്ദത്തിന് കാരണമാകും. വളരെ മോശമായ ഉറക്കത്തിൻ്റെ സാഹചര്യം, ഉറക്കം പോരായ്മ,
വൈകി ഉറങ്ങുക, മൊബൈൽ ഫോണിൽ ചടഞ്ഞിരിക്കുക, ഉറക്കം കൃത്യമായി ചെയ്യാതിരിക്കുക, തോന്നിയ സമയത്ത് കിടക്കുക, തോന്നിയ സമയത്ത് എഴുന്നേൽക്കുക, ഇങ്ങനെയുള്ള വളരെ മോശമായ സ്ലീപ്പിംഗ് ഹാബിറ്റ്, സ്ലീപ്പിംഗ് ഹൈജീൻ, ഇതെല്ലാം നമുക്ക് മാനസിക സമ്മർദ്ദത്തിന് കാരണമാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അത് വളരെയധികം എവിഡൻ്റാണ്. രാത്രി ഉറങ്ങിയില്ലെങ്കിൽ അടുത്ത ദിവസം പോക്കാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. ഹോബീസിൻ്റെ ആവശ്യം അല്ലെങ്കിൽ ഏതെങ്കിലും പാഷൻ അതിൻ്റെ ഒരു ആവശ്യം, ഇത് രണ്ടും ഒന്നുകിൽ ഹോബീസോ അല്ലെങ്കിൽ പാഷനോ നമുക്ക് വേണ്ടതാണ്, അല്ലെങ്കിൽ രണ്ടും വേണ്ടതാണ്. എത്രത്തോളം നമുക്ക് നല്ല ഹോബീസ് ഉണ്ടോ, എത്രത്തോളം നമ്മളുടെ പാഷൻ നമ്മുടെ കൂടെയുണ്ടോ, നമുക്ക് മാനസിക സമ്മർദ്ദം കുറയ്ക്കാനാവും. അപ്പോൾ ഹോബീസ് ഇല്ലെങ്കിൽ ഒരു വളരെയധികം സാച്ചുറേറ്റഡ് ആയിട്ടുള്ളൊരവസ്ഥയിലാണ് നമ്മുടെ മനസ്സ് പോകുക. അതേപോലെയാണ് എൻ്റർടൈൻമെൻറ്റും ഹോബീസ്, പാസ് ടൈം, ഇതെല്ലാം അത്യാവശ്യമാണ്, സോഷ്യലൈസേഷനിൽ അത്യാവശ്യമാണ്. ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ മനസ്സ് സാച്ചുറേറ്റഡ് ആവുകയാണ്, നമ്മുടെ ബ്രെയിൻ സാച്ചുറേറ്റഡ് ആവുകയാണ്. അങ്ങനെ നമുക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാകാനുള്ള സാഹചര്യം വളരെയധികം കൂടും. സോഷ്യൽ മീഡിയയെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. കൂടുതൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത്, കൂടുതൽ സ്ക്രീൻ ടൈം ഉപയോഗിക്കുന്നത് നിങ്ങളുടെ മാനസിക സമ്മർദ്ദത്തിന് കാരണമാകും. ഒരു സംശയവും വേണ്ട. സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാം നമുക്ക് ആവശ്യമുള്ളതല്ല. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് പൊതുവെ ഫാസ്റ്റ് പേസ്ഡ് ലൈഫിലേക്ക് പോകുന്നു. അത് നമ്മൾ ഒരു ഉദാഹരണത്തിന് ഒരു റീൽ കാണുകയാണെങ്കിൽ, റീൽ എത്ര നേരം കാണണം എന്നുള്ളത് നമ്മുടെ പൂർണ്ണമായ ഒരു സ്വാതന്ത്ര്യമാണ്. 2 മിനിറ്റ് കഴിഞ്ഞ് എനിക്കിഷ്ടപ്പെട്ടില്ല, 1 മിനിറ്റ് അല്ലെങ്കിൽ 30 സെക്കൻഡ് കാണുമ്പോഴേക്കും എനിക്കിഷ്ടപ്പെട്ടില്ല, സ്വൈപ്പ്. അടുത്തത് കണ്ടു, 2 മിനിറ്റ്, 30 സെക്കൻഡ്, ഇഷ്ടപ്പെട്ടില്ല, സ്വൈപ്പ്. ഇവിടെ സംഭവിക്കുന്നത് നമ്മുടെ ബ്രെയിൻ വളരെ വേഗത്തിൽ വർക്ക് ചെയ്യുന്നു. ക്ഷമ കുറയുന്നു എന്നർത്ഥം. ക്ഷമ കുറയുമ്പോൾ അടുത്ത ദിവസം വർക്കിൽ, സാധാരണ ലൈഫിൽ നമുക്ക് ഒരുപാട് ക്ഷമ ആവശ്യമുള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ക്ഷമ കുറയുന്നു, ദേഷ്യം വരുന്നു. അത് മാനസിക സമ്മർദ്ദത്തിന് കാരണമാവും. ടൈം മാനേജ്മെൻറ്റും അങ്ങനെയാണ് കേട്ടോ. ടൈം മാനേജ്മെൻറ്റ് നമ്മൾ കൃത്യമായി പാലിച്ചില്ലെങ്കിൽ, ടൈം മാനേജ്മെൻറ്റിന് റൂട്ടീൻ ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ, ഓരോ കാര്യങ്ങളും എപ്പോഴെല്ലാം എങ്ങനെയെല്ലാം ചെയ്യണം എന്ന് നമ്മൾ കൃത്യമായി ടൈം മാനേജ് ചെയ്തില്ലെങ്കിൽ നമുക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാകും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ടൈം മാനേജ്മെൻറ്റ് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുവാനുള്ള പ്രധാനപ്പെട്ട കാരണമാണ്. ടൈം മാനേജ്മെൻറ്റിൻ്റെ പാളിച്ചകൾ ഇതിനൊരു കാരണമാണ്. നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നത്, നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ്, നിങ്ങളുടെ കഴിവുകൾ എന്താണ്, നിങ്ങളുടെ കപ്പാസിറ്റികൾ എന്താണ്, ഇതിനെക്കുറിച്ചൊന്നും ഓർത്ത് സ്വയം മോട്ടിവേറ്റ് ആവാതെ, മറ്റുള്ളവരുമായി കമ്പയർ ചെയ്ത്, സാഹചര്യങ്ങളുമായി കമ്പയർ ചെയ്ത്, അതിൽ എന്നെ ഉൾക്കൊള്ളിച്ച്, അവനെ ഉൾക്കൊള്ളിച്ച് അതിൽ മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നൊരു സാഹചര്യം. ഞാൻ എന്നെ അറിഞ്ഞാലേ എനിക്ക് എൻ്റെ മാനസിക ആശ്വാസവും അതേപോലെ സെൽഫ് കോൺഫിഡൻസും വളർത്തിയെടുക്കുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഞാൻ എന്നെ അറിയുന്നതിന് പകരം എന്നിൽ നിന്നും അകന്നു പോയാൽ എനിക്ക് മാനസിക സമ്മർദ്ദം നിർബന്ധമായും ഉണ്ടാകും. ഇത്തരം കാര്യങ്ങളെല്ലാമാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ പരിഹരിക്കേണ്ടത്. അല്ലാതെ മാനസിക സമ്മർദ്ദം വന്ന ഉടനെ പോയി ഒരു ഡോക്ടറെ കണ്ട്, സൈക്യാട്രിസ്റ്റിനെ കണ്ട് മരുന്ന് കഴിക്കുക എന്നുള്ളതല്ല. അതല്ലെങ്കിൽ ഇപ്പോൾ ഞാനൊരു സൈക്കോളജിസ്റ്റായിട്ട് തന്നെ പറയുകയാണ്, ഉടൻ പോയി ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ട് തെറാപ്പി ചെയ്യുക എന്നുള്ളതല്ല. സ്വയം ഒന്ന് ചോദിക്കുക, സ്വയം സംസാരിക്കുക, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ഭംഗിയായി ചെയ്യുന്നുണ്ടോ? ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയാൽ തന്നെ നിങ്ങളുടെ മാനസിക സമ്മർദ്ദം നിങ്ങളെ വിട്ടുപോകും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. ഈ വീഡിയോ ഇത്രയും നേരം കണ്ടതിൽ നിങ്ങളെല്ലാവർക്കും നന്ദി. നമസ്കാരം.